ഹലോ, മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ മാത്രമല്ലാതെ ലഞ്ച് ബോക്സിന് കൂടെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ടേസ്റ്റി ആയിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. ഇതുപയോഗിച്ച് മോന്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്ന ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ഇതിന്റെ റെസിപ്പി ചോദിച്ച് നമുക്ക് കമന്റ്സ് വന്നിരുന്നേ. അകത്ത് ഇതേപോലെ ഫില്ലിങ്സ് വരുന്നത് കൊണ്ട് നമുക്ക് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ കറിയൊന്നും ഇല്ലാതെ ഇത് മാത്രമായിട്ട് കഴിക്കാം. മാത്രമല്ല, കുട്ടികൾക്ക് ഇത് സ്കൂളിൽ ലഞ്ച് ബോക്സിനകത്ത് കൊടുത്തു വിടുകയാണെങ്കിൽ അവർ ഒരുപാട് ഹാപ്പി ആവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഒരുപാട് പറഞ്ഞ് അങ്ങോട്ട് സമയം കളയണ്ട, നമുക്ക് വേഗം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഗോതമ്പ് മാവുണ്ടല്ലോ, അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് മാറ്റി വെക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ ഇതിന് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. നമ്മളിപ്പോൾ ഇന്ന് 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് തോല് കളഞ്ഞ് ഇപ്പം ഈ കാണുന്നത് പോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊന്നും ആഡ് ചെയ്യാതെ തന്നെ വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ വേഗം വെന്ത് വരാനായിട്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത്. മുഴുവനായിട്ട് തന്നെ വേവിച്ചെടുക്കണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നല്ലോ. ഇനിയിപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് തന്നെ പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ അതിന്റെ തോലെല്ലാം ചീന്തിക്കളഞ്ഞ് ഉടച്ചെടുക്കുന്നവരുണ്ടാവുമല്ലോ. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം എങ്ങനെയാച്ചാ ചെയ്യാട്ടോ. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് ഇതുപോലെയാണ്. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ റെഡിയാക്കി വെച്ചിരുന്നേ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ്. പിന്നെ ഇത് മീഡിയം വലുപ്പത്തിലുള്ള ഒരു വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും, ഇതിനകത്ത് മല്ലിയിലയും കറിവേപ്പിലയും അത് ചെറുതായി അരിഞ്ഞെടുത്തത് കൂടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിന്റെ അതേ അളവിൽ തന്നെ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വലിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചതുണ്ടല്ലോ അതുകൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വഴറ്റിയെടുക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വരിക മാത്രമേ വേണ്ടൂ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയുള്ളിയും എല്ലാം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമ്മൾ ഈ മസാല എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിൻ്റെ എരിവിനനുസരിച്ചിട്ടുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. പൊടികൾ ആഡ് ചെയ്ത് എണ്ണയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതുകൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തതും ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അതിനെ നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതുണ്ടല്ലോ അതും അതിൻ്റെ കൂടെ തന്നെ അരമുറി നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യണവർക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ അതിനിടയ്ക്ക് പച്ചമുളക് കഴിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്യാത്തത്. ഇതുപോലെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞ് മസാലയെല്ലാം അതിൻ്റെ എല്ലാ സൈഡിലും വരുന്നത് വരെയും നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കണേ. മസാല റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് പരത്തിയെടുക്കലാണ്. നമ്മൾ ഗോതമ്പ് മാവ് കുഴച്ച് വെച്ചിരുന്നല്ലോ അത് ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് വട്ടത്തിലാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. വട്ടം മാത്രമാണ് കേട്ടോ കുറച്ച് വലിപ്പം വേണ്ടത്. തിക്നെസ് നമ്മൾ ചപ്പാത്തി അതേ രീതിയിൽ തന്നെയാണ് പരത്തിയെടുക്കാറുള്ളത്. പരത്തിയെടുത്തിട്ട് ഈ കാണുന്നത് പോലെ മസാല നമുക്ക് അതിൻ്റെ റൗണ്ട് ഫുള്ളായിട്ടും വരുന്നത് പോലെ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് അതിനകത്ത് പിടിപ്പിക്കാം. അതിനുശേഷം ഈ കാണുന്ന രീതിക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. ചുരുട്ടിയെടുത്തിട്ട് കൈ കൊണ്ട് ഇതേപോലെ തന്നെ 2-3 തവണ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്നിങ്ങനെ നീളത്തിൽ വരുവേ. അതിനുശേഷം അതിൻ്റെ 2 സൈഡ് നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് വരുന്നത് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെയോ ചെയ്ത പോലെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈസിയാണ്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയതിനകത്തേക്ക് മസാല വെക്കുമ്പോൾ അത് ഉരുളക്കിഴങ്ങും ഗോതമ്പും ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വേഗം ഇങ്ങനെ പ്രസ് ചെയ്ത് ഇരിക്കുമല്ലോ, ഒട്ടിയിരിക്കുമല്ലോ. പിന്നെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടുമ്പോൾ തന്നെ അത് വേഗം ചുരുണ്ട് വരികയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഈ കാണുന്നത് പോലെ മുറിച്ചെടുക്കണ്ടേ. ഒരു റോള് നമുക്ക് 10-12 കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. പിന്നെ നമ്മളത് ഓരോരുത്തരും എത്ര വട്ടത്തിലാണോ പരത്തിയെടുക്കണത് അതിനനുസരിച്ചാണല്ലോ ആ റോളിൻ്റെ നീളവും വരുന്നത്. ഇനി ഇതിനെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ കഷ്ണങ്ങളെയും കൈകൊണ്ട് ഈ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും തന്നെ അത് ഇതേപോലെ ഒന്ന് പരന്ന് കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരും. ഇനിയിപ്പോൾ നമ്മളിവിടെ ചെയ്യാറുള്ളത് ഫ്രൈ പാനോ അല്ലെങ്കിൽ ദോശക്കല്ലോ എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിലോടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഓരോന്നായിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കലാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കുക്കായി വരുമല്ലോ ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് അതിനെ ചട്ടകം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഒരുപാട് പ്രസ് ചെയ്യണ്ട കേട്ടോ, അപ്പോൾ മസാലയെല്ലാം പുറത്തോട്ട് വരും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഒന്നുകൂടെ ഒന്ന് പരന്ന് വട്ടത്തിൽ വരും കേട്ടോ. ഇനിയിപ്പോൾ ഈ കാണുന്നത് പോലെ ദോശക്കല്ലിൽ ചുട്ടെടുക്കുകയല്ലാതെ നമ്മൾ പൂരിയൊക്കെ എണ്ണയിൽ വറുത്ത് കോരി എടുക്കുമല്ലോ അതേപോലെ എണ്ണയിലിട്ട് വറുത്ത് കോരിയാണെങ്കിലും ഇതെടുക്കാവേ, അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുമാത്രമല്ല നമ്മൾ മസാല ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമ്മൾ മല്ലിയും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം.
വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ കുട്ടികൾക്ക് എന്തായാലും ഒരുപാട് മടിയാണല്ലോ. ഇതിനകത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാതെ അവരത് കഴിച്ചു പോവുകയും ചെയ്യും. ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ പ്രത്യേകിച്ച് കറിടൊന്നും ആവശ്യമില്ല. എങ്കിലും ഒരു സാലഡോ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അങ്ങോട്ട് ഉഷാറാവുകയും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെ ആയാലും കമന്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.